ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ ഒരു 4 ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സിമ്പിൾ മെഷീൻ, ലിവർ, അതേപോലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, സൗണ്ട് ആൻഡ് വെലോസിറ്റി ഒക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം ഈ സെമസ്റ്ററിലത്തെ തന്നെ നമുക്ക് അവസാനത്തെ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഇലാസ്റ്റിസിറ്റി എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിലാദ്യം തന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, മെയിനായിട്ടുള്ള ഒരു സാധനമാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അതിൽ തന്നെ സബ് ടോപ്പിക്സ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം, ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഹൂക്സ് ലോ, അതേപോലെ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ, ലോഡ് ആൻഡ് സ്ട്രെസ് ലിമിറ്റ്, ആക്സിയൽ ഫോഴ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബോഡി, പിന്നെ അതേപോലെ ടോർഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ, റൗണ്ട് ബാർ ടോർഷൻ, നോൺ യൂണിഫോം ടോർഷൻ, റിലേഷൻ ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ഇ, ന്യൂ ആൻഡ് ജി, പവർ ട്രാൻസ്മിഷൻ ഓൺ റൗണ്ട് ബാർ. ഓക്കെ, ഇതിൽ ഈ പവർ ട്രാൻസ്മിഷൻ ഓൺ റൗണ്ട് ബാർ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലേക്ക് കിടക്കാം. എന്താണ് ഈ ഡയറക്റ്റ് സ്ട്രെസ്? അതിൻ്റെ സൈഡിലൊരു സിമ്പിൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് സിഗ്മ. ഓക്കെ, അതെങ്ങനെയാണ് ഇനി എഴുതുക എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് സിഗ്മ എഴുതുക. ഓക്കെ, അതിൻ്റെ പേരാണ് സിഗ്മ. എന്താണ് ഈ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിസിറ്റി ഉള്ള ബോഡി മീൻസ് ഒരു സ്പ്രിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പ്രിങ്ങൊക്കെ നമ്മൾ അമർത്തി കഴിഞ്ഞ് ആ ഫോഴ്സ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ച് പഴയ രീതിയിലേക്ക് വരും. മീൻസ് ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു ബോഡി. ഓക്കെ, അങ്ങനെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള ബോഡിയുടെ മേത്ത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി ഡീഫോം ആവും എന്ന് വെച്ചാൽ ആ ഫോഴ്സിന് അനുസരിച്ച് ആ ബോഡി പ്രവർത്തിക്കും. മീൻസ് നമ്മളിപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നോക്കിയാണ്ടായിരുന്നു, നമ്മൾ മുകളിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി എന്താവും? ചുരുങ്ങും. ഓക്കെ, ഇലാസ്റ്റിസിറ്റിയുള്ള ബോഡി ഒരിക്കലും സോളിഡ് ബോഡീസ് ആവില്ല. മുകളിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി ഒന്ന് ചുരുങ്ങും. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ചുരുങ്ങുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സോളിഡ് ആയിട്ടുള്ളൊരു ക്യൂബ് എടുത്തു വിചാരിക്കാം. ആ ക്യൂബ് നമ്മൾ മുകളിൽ നിന്ന് പരമാവധി ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ആ ക്യൂബ് ചെറുതാവുകയാണോ ചെയ്യുക? അല്ല. ആദ്യം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്രാക്സ് ആവും. പിന്നെ ഇത്തിരി ഒരു പൊടിക്ക് താഴ്ന്ന പിന്നെ അതിൻ്റെ സൈസ് താഴ്ന്ന പിന്നെ ആ ക്യൂബ് പൊട്ടും അല്ലേ? ആ സോളിഡ് ക്യൂബ് പൊട്ടും. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ നിന്ന് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ ബോഡി റിയാക്ട് ചെയ്യുന്നു. അതിനെ ഡീഫോം എന്ന് പറയാം. അതാണ് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ആൻ ഇലാസ്റ്റിക് ബോഡി ദ ബോഡി വിൽ ഡീഫോംസ്. അതിനാണ് ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുക. മീൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കുക. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണോ സ്ട്രെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ സ്ട്രെസ് കൊടുക്കുന്നത്, ആ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും ബോഡി ഡീഫോം ആവുക. അതാണ് ഇവിടെ പറയാൻ വരുന്നത്. ഓക്കെ, ദ വേ ഇൻ വിച്ച് ബോഡി ഡീഫോംസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഇൻ ടു ഇറ്റ്. ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിലാണെങ്കിൽ കംപ്രഷൻ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. മീൻസ് മുകളിൽ നിന്നാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒറിജിനൽ ലെങ്ത്ത് ക്യാപിറ്റൽ എൽ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഈ ചെറിയ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കാണാം. മീൻസ് അതായിരിക്കും ഡീഫോംഡ് ലെങ്ത്ത് മീൻസ് കംപ്രഷൻ ഫോഴ്സ് കൊടുത്ത ശേഷമുള്ള ആ ബോഡിയുടെ ലെങ്ത്ത്. ഓക്കെ, മീൻസ് അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആണ് ആ ബോഡി ചെറുതായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാൽ ടെൻസൈൽ ഫോഴ്സ് മേക്ക് ബോഡി ലോങ്ങർ. ഇവിടെ ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ആ ബോഡീൻ്റെ റൈറ്റ് സൈഡിൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഈ റൈറ്റിലോട്ട് വലിക്കുകയാണ്. അപ്പോൾ ആ ബോഡീൻ്റെ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഒറിജിനൽ ലെങ്ത്ത് നിന്നും ബോഡി ലെങ്ത്ത് കുറച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതിനാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുക. മറ്റത് മുകളിൽ കൊടുത്തത് കംപ്രഷൻ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ കൊടുത്തത് ടെൻസൈൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഏത് ഫോഴ്സാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഇലാസ്റ്റിക് ബോഡി എന്താവും? ഡീഫോം ആവും. ഓക്കെ, അതാണ് ഡയറക്റ്റ് സ്ട്രെസ്. അപ്പോൾ അതിൻ്റെ സിമ്പൽ എന്താണ്? സിഗ്മ. അതെങ്ങനെ എഴുതാമെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ഈ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സിനൊക്കെയാണ് ഈ ഡയറക്റ്റ് ഫോഴ്സ് എന്ന് പറയുക, അഥവാ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുക. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ കറക്റ്റായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെസ് ഇസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അപ്പോൺ വിച്ച് ഇറ്റ് ആക്ട്. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൺ വിച്ച് ഇറ്റ് ആക്ട്, എന്തിൻ്റെ മുകളിലാണോ അത് ആക്ട് ആവുന്നത്, ബോഡി ആവാം, ഇലാസ്റ്റിക് ബോഡി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, എന്തിൻ്റെ മുകളിലാണോ അത് ആക്ട് ചെയ്യുന്നത് അതിനാണ് സ്ട്രെസ് എന്ന് പറയുക. സ്ട്രെസ് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ.
കൊടുക്കുന്ന ഫോഴ്സും ആ ബോഡിയുടെ ഏരിയയും തമ്മിലുള്ള റേഷ്യോനെയാണ് ഏത് ബോഡിയിലാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് ആ തമ്മിലുള്ള റേഷ്യോനെയാണ് സ്ട്രെസ് എന്ന് പറയുക. സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ നേരത്തെ പഠിച്ചു. ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈക്വൽ ടു എഫ് ബൈ എ. ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ന്യൂട്ടൺ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഏരിയൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് പാസ്കൽ എന്ന് പറയാം. ഓക്കെ, സ്വാഭാവികമായിട്ടും സിഗ്മേനെ വെറും പാസ്കലിലല്ല നമുക്ക് വാല്യൂസ് വരാറ്. ഒന്നല്ലെങ്കിൽ കിലോ പാസ്കൽ എന്ന് പറയാൻ അറിയാലോ, ഇൻറ്റു 10⁻³ മെഗാ പാസ്കൽ, അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 10⁻⁶. ജിഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁹. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എഞ്ചിൻ ഫീൽഡ്സ് നമ്മൾ കിലോ പാസ്കൽ, മെഗാ പാസ്കൽ അല്ലെങ്കിൽ ജിഗാ പാസ്കലിലാണ് അതിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാനാണ് കിട്ടാറ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എഫ് ബൈ എ. സിഗ്മയാണ് സ്ട്രെസ്സിൻ്റെ സിമ്പൽ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാസ്കൽ, ഓർമ്മയ്ക്കുക. ഇനി നമ്മൾ സ്ട്രെസ് പഠിച്ചു, അപ്പോൾ നമുക്ക് സ്ട്രെയിൻ പഠിക്കണ്ടേ. ഡയറക്റ്റ് സ്ട്രെസ് പഠിച്ചു, അപ്പോൾ ഡയറക്റ്റ് സ്ട്രെയിൻ പഠിക്കണം. എന്താണ് ഈ ഡയറക്റ്റ് സ്ട്രെയിൻ? ആ ഡയറക്റ്റ് സ്ട്രെയിൻ്റെ സൈഡിൽ ഒരു സിമ്പൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ആ സിമ്പലിനെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ. കുറച്ചുകൂടി ഈ സ്ലൈഡിൻ്റെ നടുവിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്സിലോൺ. ഓക്കെ, ആ സിമ്പലിൻ്റെ നടുവിൽ കൊടുത്തിരിക്കുന്നത് എപ്സിലോൺ. നമ്മൾ എപ്സിലോൺ എന്നാണ് പറയുക. ഫീൽഡിൽ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ എപ്സിലോൺ എന്നാണ് ശരിക്കും പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എല്ലാ കേസിലും നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ഫോഴ്സ് സ്വാഭാവികമായിട്ടും ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ ആ ബോഡീന് ഡീഫോം ആവും, അല്ലേ? സ്വാഭാവികമായിട്ട് എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത് ആ ഫോഴ്സിനനുസരിച്ച് ആ ബോഡിക്ക് ഡീഫോമേഷൻ നടക്കും, ആ മാറ്റം നടക്കും. ചിലപ്പോൾ ലെങ്ത്ത് കുറയാവും, അത് നേരെ ചിലപ്പോൾ കംപ്രഷൻ ഫോഴ്സ് ആണെങ്കിൽ മുകളിൽ നിന്ന് താഴത്ത് കുറയും. ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൂടുകയോ കുറയുകയും അങ്ങനെയുള്ള മാറ്റങ്ങൾ, ഡീഫോമേഷൻ നടക്കും. അങ്ങനെയുള്ള ഡീഫോമേഷനെ ഞാൻ അവിടെ ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ എക്സ് വെച്ചിട്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ആ സ്മോൾ എക്സിന് തന്നെയാണ് സ്ട്രെയിൻ എന്ന് പറയുക ശരിക്കും. അപ്പോൾ നമ്മൾ എത്ര ഫോഴ്സാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഡീഫോമേഷൻ നടക്കും. അതിനാണ് ശരിക്കും സ്ട്രെയിൻ എന്ന് പറയുക. അപ്പോൾ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ, സ്ട്രെയിൻ ഈസ് ദ ഡീഫോമേഷൻ പെർ യൂണിറ്റ് ഓഫ് ദി ഒറിജിനൽ ലെങ്ത്. മീൻസ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതിന് മുൻപ് എത്രയാണോ ലെങ്ത് ഉണ്ടായത് അത് ക്യാപിറ്റൽ എൽ. സ്ട്രെസ് കൊടുത്തതിന് ശേഷം എത്രയാണോ ഡീഫോമേഷൻ സംഭവിച്ചത് അത് സ്മോൾ എക്സ്. ഓക്കെ, അങ്ങനെ ഈ സ്മോൾ എക്സിൻ്റെയും ക്യാപിറ്റൽ എല്ലിൻ്റെ റേഷ്യോനെയാണ് സ്ട്രെയിൻ എന്ന് പറയുക. അതിനാണ് അപ്സിലോൺ എന്ന് പറഞ്ഞ സിമ്പൽ വെച്ച് സൂചിപ്പിക്കുന്നത്. ഈ അപ്സിലോൺ ഈക്വൽ ടു സ്മോൾ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ. ഓക്കെ, ഇതിന് യൂണിറ്റ് ഇല്ല, കാരണം ഈ ഡീഫോമേഷൻ്റെ ഡിഫോം ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. താഴത്തെ ക്യാപിറ്റൽ ലെങ്ത് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്ററും വെട്ടിപ്പോയി, അതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും ഈ സ്ട്രെയിനിൻ്റെ വാല്യൂസും മൈക്രോ വാല്യൂസുമാണ് വരാറ്. കാരണം ഈ സ്ട്രെയിൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂടുതൽ ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സോളിഡ് ക്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിഫോം ആകുമ്പോൾ ഒരിക്കലും അതൊരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒന്നും ഡിഫോം ആവില്ല. വളരെ പൊടിക്ക് ഡിഫോം ആയ ശേഷം ലെങ്ത്ത് കുറഞ്ഞ ശേഷം അങ്ങോട്ട് പൊട്ടുകയാണ് ചെയ്യുക. വളരെ പൊടിക്ക് എന്ന് പറയുമ്പോൾ മൈക്രോ അളവിൽ മാത്രമേ ലെങ്ത്ത് കുറയുള്ളൂ, അല്ലാണ്ട് ആ ക്യൂബിൻ്റെ സൈസ് കുറയില്ല, 1 സെൻറ്റിമീറ്ററോളം തന്നെ കുറയില്ല. മൈക്രോ അളവിലാണ് 10⁻⁻⁶ ആ അളവിൽ 0.000 സംതിങ് ആ അളവിലാണ് സ്ട്രെയിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ട്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് ക്യാപിറ്റൽ ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്പ്രിങ് ബാക്ക് ഇൻ ടു ദ ഷേപ്പ് വെൻ റിലീഫ്. ഫോർ എക്സാമ്പിൾ സ്പ്രിങ് ആണ്. സ്പ്രിങ് നമുക്ക് ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി ആ ഫോഴ്സ് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചത് പഴയ രൂപത്തിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ തിരിച്ചെത്തുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഹൂക്സ് ലോ പറയുന്നത് അതാണ്. മാത്രമല്ല അത് ദേ ഒബേ ഹൂക്സ് ലോ. അങ്ങനത്തെ മെറ്റീരിയൽസ് ഫ്രം ഹൂക്സ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ലോ ശരിക്കും എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഹൂക്സ് ലോ എന്താണ് ശരിക്കും പറയുന്നത് നോക്കാം. ദിസ് ഈസ് ദ ലോ ഓഫ് സ്പ്രിങ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ്. നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത് ആ ഫോഴ്സിന് ഈക്വൽ ആയിട്ടായിരിക്കും ആ ബോഡി ഡീഫോം ആവുക. ഇങ്ങനെ പറയുന്ന ലോനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തു അതിനനുസരിച്ച് ആ ഫോഴ്സിനനുസരിച്ച് ആ ഡീഫോം ആയിട്ട് ആ സ്പ്രിങ് ചെറുതായി. ഞാൻ ആ ഫോഴ്സ് റിലീഫ് ചെയ്തപ്പോൾ ആ സ്പ്രിങ് തിരിച്ചു വീണ്ടും പഴയ രൂപത്തിലേക്ക് വന്നു. ഇതന്നെയാണ് ഹൂക്സ് ലോ. ദിസ് ഈസ് ദ ലോ ഓഫ് സ്പ്രിങ് വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ഡിഫോർമേഷൻ ഈസ്, ഈ പോയിന്റ് ശ്രദ്ധിച്ചു നോക്കുക, ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ്, അല്ലേ? ഡിഫോർമേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ്.
അപ്പോൾ കൊടുത്ത ഫോഴ്സ് എഫ്, ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എക്സ്, എഫ് ബൈ എക്സ് ഈക്വൽ ടു സ്റ്റിഫ്നെസ്. ഇതിൻ്റെ റേഷ്യോനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുക. അപ്പോൾ റേഷ്യോ ഓഫ് ഫോഴ്സ് പെർ ഡിഫോർമേഷൻ, അതിനാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുക. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടണിലും അതേപോലെ ഡിഫോർമേഷൻ്റെ യൂണിറ്റ് മീറ്ററിലും വന്നു കഴിഞ്ഞാൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അഥവാ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ താഴത്ത് കാണിച്ചത്. ഒരു സൈഡിൽ ഫോഴ്സ് വൈ ആക്സിസിൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ സ്മോൾ എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, മീൻസ് ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് പല മെറ്റീരിയലിലും പല സൈസിലുള്ള പല മെറ്റീരിയലുകൾക്കും സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, നല്ല സ്റ്റിഫ്നെസ് ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. ഓക്കെ, നല്ല സ്റ്റിഫ്നെസ് ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. ഇപ്പോൾ നല്ല സോളിഡ് ക്യൂബ്സിനാണോ സ്റ്റിഫ്നെസ്, അതോ ഒരു നമ്മൾ സാധാ ഒരു സ്പോഞ്ച് എടുത്തു അതിനാണോ സ്റ്റിഫ്നെസ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, സോളിഡ് ക്യൂബിനാണ് സ്റ്റിഫ്നെസ് കൂടുതൽ. മീൻസ് അതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. അതിന് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും അതിൽ സ്ട്രെയിൻ സംഭവിക്കണമെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഡീഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ. ഇപ്പോൾ സ്പോഞ്ചിലൊക്കെ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഫൈഫ് ഒക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അതിന് പകരമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിൻ എന്നാണ് നമ്മൾ ഫോഴ്സിനും ഡീഫോർമേഷനും പകരം പറയുന്ന വാക്ക് ശരിക്കും സ്ട്രെസ്സും സ്ട്രെയിനും എന്നാണ്. നമ്മൾ ഫോഴ്സ് ഡീഫോർമേഷൻ വെച്ചിട്ടപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഈ ഫോഴ്സിന് പകരം സ്ട്രെസ് എന്നും ഡിഫോർമേഷന് പകരം സ്ട്രെയിൻ എന്നുമാണ് എഞ്ചിനീയറിംഗിൽ പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് എഫ് ആൻഡ് എക്സ് ഈസ് റെഫർ ടു ദി ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകളിൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ ശരിക്കും. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, അത് സ്ട്രെസ്സാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡീഫോർമേഷനാണ്, അത് സ്ട്രെയിനാണ്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിനാണല്ലോ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് സ്ട്രെസ്സും എക്സ് സ്ട്രെയിനും ആണെങ്കിൽ എന്നല്ല ആണ്. നമുക്ക് എഫിൻ്റെ ഇക്വേഷൻ ഓൾറെഡി അറിയാം, സിഗ്മ എ. അതെങ്ങനെ കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചു. സിഗ്മ ഈക്വൽ ടു എഫ് ബൈ എ. അതിന് ഞാൻ എഫ് കണ്ടുപിടിച്ചു ഈക്വൽ ടു സിഗ്മ എ. ഇനി ഡിഫോർമേഷൻ ഈക്വൽ ടു അപ്സലോൺ എൽ. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിൻ പഠിച്ചപ്പോൾ അപ്സലോൺ ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് പഠിച്ചു. അതിന് എക്സ് കണ്ടുപിടിച്ചു, അങ്ങനെ അപ്സലോൺ എൽ. ഈ എഫ് ബൈ എക്സ് മീൻസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ സിഗ്മ എ ഡിവൈഡഡ് ബൈ അപ്സലോൺ എൽ എന്ന് കിട്ടും. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എക്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സും ഡയറക്റ്റ് സ്ട്രെയിനും തമ്മിലുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. സിഗ്മ ബൈ അപ്സിലോൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത്, അതാണ് ക്യാപിറ്റൽ എൽ, ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ഡിഫോംഡ് ലെങ്ത്തിനെയാണ് സ്മോൾ എക്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ വിവരിച്ച് തന്നെ പഠിക്കുകയാണെങ്കിൽ ഓരോ നൊട്ടേഷൻസും മറക്കില്ല. അപ്പോൾ സിഗ്മ ബൈ അപ്സിലോൺ ഈസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ എക്സ്. ആലോചിക്കുക, എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലാക്കി എഴുതിയാലും സ്മോൾ ആക്കി എഴുതിയാലും ഡിഫോംഡ് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സ്വാഭാവികമായിട്ട് സ്ട്രെസ് ബൈ സ്ട്രെയിനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ കർവാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേറൊരു ഗ്രാഫ് നമ്മൾ പഠിക്കും. ഈ സ്റ്റിഫ്നെസ്സിനെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെ ഇതിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. മീൻസ് ഈ ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിന് തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഓക്കെ, ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ കണ്ടുപിടിച്ചു, എഫ് എൽ ബൈ എ എക്സ്. അതിന് തന്നെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ എന്ന് പറയുക. ദ സ്റ്റിഫ്നെസ് ഈസ് നൗ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓൺലി ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നമ്മുടെ സ്റ്റിഫ്നെസ് നമ്മൾ സാധാരണ ഫോഴ്സ് പെർ ഡിഫോം ലെങ്ത് ആണെന്ന് പഠിച്ചു. അത് മാറ്റിയിട്ട് നമ്മൾ ഫുള്ളും ഈ സ്റ്റിഫ്നെസ്സിനെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലാക്കി ഒരു ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോഴാണ് ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ. ആ ക്യാപിറ്റൽ ഇനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ദി സ്റ്റിഫ്നെസ് ഈസ് നൗ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓൺലി ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ക്യാപിറ്റൽ ഇ. Okay, a graph of stress against strain will be a straight line with a gradient of E. Units of E are the same as units of stress. E ൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതും
സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ഗ്രാഫാണ് ഉദ്ദേശിച്ചത്. എഫും എക്സും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനാണ് ഇതുവരെ പഠിച്ചത്. മോഡൽസ് ഓഫ് റിജിഡിറ്റി പഠിച്ചു, മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു, അതേപോലെ സ്റ്റിഫ്നെസ് പഠിച്ചു. മോഡൽസ് ഓഫ് റിജിഡിറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്താണെന്ന് പഠിക്കുന്നു. എന്താണ് ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്? ഒരു മെറ്റീരിയൽ അത് പൊട്ടുന്നത്ര വരെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് പൊട്ടുന്നിടത്ത് വരെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു റബ്ബർ ബാൻഡ് ഞാൻ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പരമാവധി എത്ര വലിക്കാൻ പറ്റുമോ അത്രത്തോളം. എപ്പോഴാണോ പൊട്ടുന്ന വരെ ഞാൻ അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിക്കുന്ന സ്ട്രെസ്സിനെയാണ്, അങ്ങനെ കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. മീൻസ് നമ്മൾ പരമാവധി വലിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ അതിൻ്റെ ടെൻസൈൽ സ്ട്രെസ്സ് അബ്സല്യൂട്ട് ലിമിറ്റ് മീൻസ് മാക്സിമം ലിമിറ്റിലെത്തും. എന്നിട്ട് ആൻഡ് ദി സ്ട്രെസ്സിൽ ആ ഒരു സ്ട്രെസ് ലെവലിനെയാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം, അല്ലേ? നമ്മൾ പരമാവധി വലിക്കുമ്പോൾ പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ആ കൊടുക്കുന്ന സ്ട്രെസ്സ് കൂടുതലായിരിക്കും. മാക്സിമം ലിമിറ്റിൽ എത്തിയോണ്ടാണ് ആ റബ്ബർ ബാൻഡ് അവിടെ പൊട്ടുന്നത്. അതിനാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുക. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഡയഗ്രാമിൻ്റെ ഡീറ്റെയിൽ ഗ്രാഫ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഗ്രാഫിൽ ഒരു സൈഡിൽ എഫ് ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ എക്സ് ഉണ്ടായിരുന്നു. വൈ ആക്സിസിൽ എഫ് ഉണ്ടായിരുന്നു. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെസ്സാണ്. അതുതന്നെ ഇവിടെ വൈ ആക്സിസിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ, സ്ട്രെസ് സിഗ്മ. അവിടെ എക്സ് ആക്സിസിൽ സ്മോൾ എക്സ് ഡിഫോംഡ് ലെങ്ത് ആണ് ഉണ്ടായിരുന്നത്, എക്സ് എന്നാണ് ഉണ്ടായിരുന്നത്. അത് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. അതുതന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അപ്സലോൺ. എക്സ് ആക്സിസ് നോക്കി നോക്കൂ, അപ്സലോൺ ഇവിടെ കാണാം. റൈറ്റ് സൈഡിൽ റൈറ്റ് കോർണറിലുണ്ട് അപ്സലോൺ. അപ്പോൾ എക്സ് ആക്സിസിൽ അപ്സലോണും വൈ ആക്സിസിൽ സിഗ്മയും അവിടെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊന്നുകൂടി നമ്മൾ ഉടച്ചു വാർത്ത് ഒരു പുതിയൊരു ഗ്രാഫ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. മീൻസ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്ത് നമ്മൾ ആ ഒബ്ജക്റ്റിന് മാക്സിമം ലോഡ് കൊടുത്ത് ഒബ്ജക്റ്റ് പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടും. ഓക്കെ, ആ കാര്യം തന്നെയാണ് ഈ ഗ്രാഫിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് മാക്സിമം ലിമിറ്റിലെത്തി പൊട്ടുന്നതിൻ്റെ ഇടയിൽ കുറേ പോയിന്റുകളുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. അപ്പോൾ ആ ഗ്രാഫ് ആദ്യം നിങ്ങൾ നോട്ടിലേക്ക് അതേപോലെ കോപ്പി ചെയ്ത് വയ്ക്കാം. ഈ പർട്ടിക്കുലറായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളെ ഒ, എ, ബി, സി, ഡി, ഇ ഡാഷ്, ഇ മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ഇ ഡാഷ്, അതൊക്കെ അതേപോലെ എഴുതി വയ്ക്കാം. ഈ പർട്ടിക്കുലർ പോർഷൻ എന്താ പറയുക, ഈൽഡിങ്, പെർഫെക്റ്റ് പ്ലാസ്റ്റിസിറ്റി ഓർ ഈൽഡിങ്, സ്ട്രെയിൻ, ഹാർഡനിങ്, നെക്കിങ്, ഫ്രാക്ചർ, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നൊക്കെ ഉണ്ട്. അതൊക്കെ അതേപോലെ കോപ്പി ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഗ്രാഫ് എന്താണെന്നുള്ളത് പഠിക്കാം. ഈ ഗ്രാഫ് എന്താണ് പറഞ്ഞത്? ആദ്യം തന്നെ ഈ ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പോയിൻ്റ് ഒ മുതൽ പോയിൻ്റ് എ വരെ ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ, ഒബ്ജക്റ്റിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. മീൻസ് നമ്മളൊരു ഒബ്ജക്റ്റിന് ആദ്യം കുറച്ച് ഇനീഷ്യൽ ഫോഴ്സ് കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അവിടെ കർവ് അല്ല, ആ കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലേ? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ ഒ എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരാൻ കാരണം. അവിടെ മെറ്റീരിയൽ ലീനിയർലി ഇലാസ്റ്റിക് ആയിരിക്കും. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞ ലിമിറ്റ് ഉണ്ട്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ, ഇവിടെ ലെഫ്റ്റിൽ എഴുതിയിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എ. എന്താണ് അവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ്. ആ ലീനിയർ ലൈനിൻ്റെ അപ്പർ ലിമിറ്റിനെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുതലാണ് ഈ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് ബിഹേവിയർ മാറുന്നത്. അവിടെ നിന്ന് പതുക്കെ ഒരു കർവ് ഫോം ചെയ്യുന്നുണ്ട്. എ ടു ബി ഒരു ചെറിയൊരു കർവ് ഫോം ചെയ്യുന്ന ടെൻഡൻസിയാണ് കാണുന്നത്. അങ്ങനെ അവിടെ ആ ഇലാസ്റ്റിക് ലിമിറ്റ് കംപ്ലീറ്റ് പോവുകയാണ്. ആ പോയിന്റിൽ എത്തുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞ് പോയിന്റ് എയിലേക്ക് പ്രൊപ്പോർഷണൽ ലിമിറ്റിലേക്ക് എത്തുമ്പോൾ ആ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താവും, അവിടെ നിന്ന് ആ ലോഡ് നമ്മൾ റിമൂവ് ആവും. ലോഡ് റിമൂവ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്പെസിമെൻ തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തും. ഓക്കെ, ഈ എന്ന് പറഞ്ഞ പോയിന്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അഥവാ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ നമ്മൾ അവിടെ നിന്ന് ലോഡ് പിന്നെ നമ്മൾ റിമൂവ് ആക്കുകയാണെങ്കിൽ തിരിച്ച് അത് പഴയ രൂപത്തിലേക്ക് എത്തും എന്നർത്ഥം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഇപ്പോൾ ഒരു സോളിഡ് ക്യൂബ് തന്നെ എടുത്തു.
സോളിഡ് ക്യൂബ് ഞാനൊരു മെഷീനിൽ വെച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. കംപ്രഷൻ ഫോഴ്സ് കൊടുത്തിട്ടാണ് പൊട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഫോഴ്സ് ജസ്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് അപ്ലൈ ചെയ്തു. സ്വാഭാവികമായിട്ടും ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സോളിഡ് ക്യൂബിൻ്റെ ബിഹേവിയർ ഇലാസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും. അതാണ് O2A കാണിച്ചിരിക്കുന്നത്. ഞാൻ അവിടുന്ന് ഫോഴ്സ് റിമൂവ് ആക്കുകയാണെങ്കിൽ അറ്റ് പോയിൻ്റ് എയിൽ അത് തിരിച്ച് ഡീഫോംഡായ ലെങ്ത്ത് തിരിച്ച് വീണ്ടും ഒറിജിനൽ ലെങ്ത്തിലേക്ക് എത്തും. ഓക്കെ, ആ ഡീഫോം ലെങ്ത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും ഒറിജിനൽ ലെങ്ത്തിലേക്ക് എത്തും. അപ്പോൾ പിന്നെ ആ ബോഡി പൊട്ടില്ല. മീൻസ് ഞാൻ അവിടുന്ന് ഫോഴ്സ് റിമൂവ് ചെയ്തു, അപ്പോൾ തിരിച്ച് വീണ്ടും അവിടെ ഒറിജിനൽ ലെങ്ത്തിലേക്ക് എത്താൻ ഡീഫോംഡ് ആവുന്നില്ല, ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല. ഞാൻ വീണ്ടും അവിടുന്ന് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് A to B ആ കർവ് അവിടെ രൂപപ്പെടുന്നത്. ഓക്കെ, ആ കർവ് അവിടെ രൂപപ്പെടുന്നു. അവിടെ നിന്നാണ് ഈൽഡിങ് തുടങ്ങുന്നത്. ഈൽഡിങ് ഇവിടെ താഴത്ത് എഴുതിയിട്ടുണ്ട്, പെർഫെക്റ്റ് പ്ലാസ്റ്റിസിറ്റി ഓർ ഈൽഡിങ്. ആ ബിയിൽ കൊടുക്കുന്ന പോയിൻറ്റിനെയാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താ ഈൽഡിങ് ഞാൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് സ്ട്രെസ്സിൽ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി ഇൻക്രീസ്, ഈ ഇലാസ്റ്റിക് ലിമിറ്റ് O2A കൊടുത്ത സ്ട്രെസ്സിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ സ്ട്രെസ്സാണ് പോയിൻ്റ് ബിയിലെത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഒരു ഫ്ലൈറ്റ് ഇൻക്രീസിൻ്റെ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇൻക്രീസിൻ്റെ സ്ട്രെസ് എബവ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് അഥവാ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. എബവ് ദി ഇലാസ്റ്റിക് വിൽ റിസൾട്ട് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് മെറ്റീരിയൽ ഡിഫോം പെർമനൻ്റ്ലി. ദിസ് ബിഹേവിയർ ഈസ് കോൾഡ് ഈൽഡിങ്. ഓക്കെ, മീൻസ് നമ്മൾ O2A നമ്മളൊരു സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. ആ A എന്ന് പറഞ്ഞ പോയിൻ്റാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് അഥവാ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ആ എയിൽ കൂടുതൽ സ്ട്രെസ്സാണ് പോയിൻ്റ് ബിയിൽ കൊടുക്കുന്നത്. ഫ്ലൈറ്റായിട്ട് കുറച്ചുകൂടി ഒരു ഇൻക്രീസ് ഉണ്ട് ആ സ്ട്രെസ്സിൻ്റെ വാല്യൂവിൽ. അങ്ങനെ സ്ട്രെസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചില ക്രാക്സ് ഒക്കെ വന്ന് വീഴാൻ തുടങ്ങി. അങ്ങനെ ആ സോളിഡ് ക്യൂബ് അവിടെ പൊട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങുന്നു. അതിന് ശേഷം ഒരിക്കലും ആ ബോഡി പൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രാഫ് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. മീൻസ് അവിടെ നമ്മൾ ആ സെയിം സ്ട്രെസ്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കൂടുതലൊന്നുമില്ല. ആ സ്ട്രെസ്സിനാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുക. മീൻസ് പൊട്ടാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രെസ്, ഈൽഡ് സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്സിലേക്ക് അത് എത്തി. ആ ഒബ്ജക്റ്റ് ബ്രേക്ക് ഡൗൺ ആവാൻ എത്ര സ്ട്രെസ്സാണോ വേണ്ടത് ആ സ്ട്രെസ്സിലേക്ക് എത്തി കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇൻക്രീസിൻ്റെ സ്ട്രെസ് അബവ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് വിൽ റിസൾട്ട് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് കോസ് ഇറ്റ് ടു ഡിഫോം പെർമനൻ്റ്ലി. ഈ ബിഹേവിയറിനാണ് ഈൽഡിംഗ് എന്ന് പറയുക. ഈൽഡിംഗ് പോയിന്റിൽ കൊടുത്ത സ്ട്രെസ്സിനെയാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുക. അങ്ങനെ അവിടെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിച്ചു. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ എത്ര സ്ട്രെസ് ഇനി അവിടെ നിന്ന് കൂടുന്നില്ല. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം സ്ട്രെസ് അവിടെ നിന്ന് കൂടുന്നില്ല. സോ ഈ സ്ട്രെസ് അവിടെ കൂടാത്തത് കൊണ്ട് സ്ട്രെയിനിന് പ്രൊപ്പോർഷനായിട്ടായിരിക്കും ആ ഗ്രാഫ് പോവുക. മീൻസ് സ്ട്രെയിറ്റ് ലൈനായിരിക്കും വരിക റൈറ്റ് സൈഡിലേക്ക്. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള കർവായിരിക്കും വരിക. കർവല്ല, ഫ്ലാറ്റൻഡ് ലൈനായിരിക്കും വരിക. B to C, അതാണ് B to C സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ കാരണം അവിടെ നിന്ന് സ്ട്രെസ്സ് പിന്നെ നമ്മൾ കൊടുക്കുന്നില്ല. സ്ട്രെസ് വാല്യൂ ഈൽഡ് സ്ട്രെസ്സിലെത്തിയ ആ സ്ട്രെസ്സേ ഉള്ളൂ, അതിനപ്പുറം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് B to C സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ആ ഒരു പോർഷനെയാണ് പെർഫെക്റ്റ് പ്ലാസ്റ്റിസിറ്റി ഓർ ഈൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിച്ച് ഈൽഡ് പോയിൻ്റ് റീച്ച് ആയി കഴിഞ്ഞാൽ ആ സ്പെസിമെൻ ഞാൻ പറഞ്ഞ പോലെ ഇലോങ്ങേറ്റ് ചെയ്യാൻ തുടങ്ങും. മീൻസ് ഈ ലോഡിൽ അധികം ഇൻക്രീസ് ഇല്ലാണ്ട് തന്നെ ആ സ്പെസിമെൻ സ്ട്രെച്ച് ആവാൻ തുടങ്ങുകയാണ്. ആ സ്പെസിമെൻ ലോഡ് അധികം കൊടുക്കാണ്ട് തന്നെ ആ സ്പെസിമെൻ സ്ട്രെച്ച് ആവാൻ തുടങ്ങിയാണ്, വലിയാൻ തുടങ്ങിയാണ്. അതാണ് B to C. അങ്ങനെ വലിഞ്ഞ ശേഷം അത് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ആ സ്റ്റേറ്റിലുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ പ്ലാസ്റ്റിക് ആയ ശേഷം സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ ഈൽഡിങ് പോയിൻ്റ് എൻഡായ ശേഷം, ഈ ഈൽഡിങ്ങിൻ്റെ അവസാനം നമ്മൾ വീണ്ടും കുറച്ചുകൂടി ലോഡ് അപ്ലൈ ചെയ്യുന്നു. മീൻസ് ഈൽഡിങ് പോയിന്റിൽ കൊടുത്ത സ്ട്രെസ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ലോഡ് നമ്മൾ എക്സ്ട്രാ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കർവ് ഉണ്ടാവാൻ തുടങ്ങും. റിസൾട്ടിങ് ഇൻ എ കർവ് ദാറ്റ് റൈസസ് കണ്ടിന്യൂസ്ലി. ഓക്കെ, എന്നിട്ട് അത് എന്താവും, വീണ്ടും പഴയ പോലെ വീണ്ടും ഫ്ലാറ്റ് ആവും. അത് അൾട്ടിമേറ്റ് സ്ട്രെസ്സിലെത്തുമ്പോൾ വീണ്ടും അത് ഫ്ലാറ്റ് ആവും. അങ്ങനെ ആ കർവ് ഉണ്ടാവാൻ തുടങ്ങുന്ന ആ റൈസിനെയാണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുക. മീൻസ് കൺഫ്യൂഷനായി ഉണ്ടാവും. B to C നമ്മൾ ഓൾറെഡി പ്ലാസ്റ്റിക് ആണ്, ഈൽഡിംഗ് എന്നാണ് പറഞ്ഞു ഞാൻ. ഈ സിയിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഒരു ഫർദർ ലോഡ് കൊടുക്കുകയാണ്. ഒന്നും കൂടി മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഫർദറായിട്ട് ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ C to D എത്തുന്നതിന് മുന്നേ ഒരു കർവ് കാണാം നിങ്ങൾക്ക്. സിയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ ഒരു കർവ് കാണാം. അതിനെയാണ് ശരിക്കും സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുക. ആ കർവിനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുക. D എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ അത് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ്. ഓക്കെ, ഇപ്പോൾ
ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ yield സ്ട്രെസ് മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ അത് അൾട്ടിമേറ്റ് സ്ട്രെസ്. അയച്ചാൽ yield സ്ട്രെസ്സും അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഒരിക്കലും ഈക്വൽ അല്ല, രണ്ടും വ്യത്യാസമാണ്. yield സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രെസ്, മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ബ്രേക്ക് ഡൗൺ. ജസ്റ്റ് മെറ്റീരിയൽ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും, ഇത്ര സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും, ആ സ്ട്രെസ്സിനെയാണ് yield സ്ട്രെസ് എന്ന് പറയുക. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവും. മറ്റേ ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങുന്ന സ്ട്രെസ്സിനെയാണ് yield സ്ട്രെസ് എന്ന് പറയുന്നത്. വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ്ലി ആ മെറ്റീരിയൽ തവിടുപൊടി ആവാൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രെസ്സാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തുന്നതിന് മുന്നേ ഈ സി ടു ഡിയിലേക്കുള്ള കർവിനെയാണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുക. ഓക്കെ, ആ റൈഫ് കർവിലുണ്ടാകുന്ന റൈഫിനെയാണ് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുക. അവിടെ എന്താ, ഈ സ്പെസിമെൻ ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനൊപ്പം ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കുറയും. ഓക്കെ, ഈ പോയിന്റ് ഡിയിൽ എത്തിയ ശേഷം അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തിയ ശേഷം നെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നു. നെക്കിംഗ് മീൻസ് ആ ബോഡി അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തിയ ശേഷം ആ ബോഡി കംപ്ലീറ്റ്ലി ഡീഫോമായി, മീൻസ് തവിട് പൊടിയായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കർവ് തിരിച്ച് ഫ്രാക്ചറായി, ആ ബോഡി ഫ്രാക്ചറായി. അപ്പോൾ കർവ് മുകളിലേക്ക് പോകാനായിട്ടുള്ള പകരം താഴത്തേക്ക് വരും. ഡി ടു ഇ അതിനെയാണ് ഫ്രാക്ചർ, അല്ലെങ്കിൽ ആ പോർഷനെയാണ് നെക്കിംഗ് എന്ന് പറയുക. നെക്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ബിഗിൻസ് ഇറ്റ് ലോക്കലൈസ്ഡ് റീജിയൻ ഓഫ് ദി സ്പെസിമെൻ ഇറ്റ് കോസ്ഡ് ബൈ ഫ്ലിപ്പ് പ്ലെയിൻ ഫോംഡ് വിത്തിൻ ദി മെറ്റീരിയൽ ആക്ച്വൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആസ് എ റിസൾട്ട് നെക്ക് ടെൻഡ് ടു ഫോം സ്മോളർ ഏരിയ ക്യാൻ ഓൺലി ക്യാരി ലെസ്സർ ലോഡ് ഹെൻസ് കർവ് ഡൗൺവേർഡ് സ്പെസിമെൻ ബ്രേക്ക് അറ്റ് ഫ്രാക്ചർ സ്ട്രെസ്. സിമ്പിളാണ്, ഇതിലെഴുതിക്കാൻ നോക്കണ്ട. ആ പോയിന്റിൽ പർട്ടിക്കുലർ ഡി അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആയി, അതിന് കംപ്ലീറ്റ്ലി ഫ്രാക്ചർ ആയ ശേഷം നമ്മൾ അതിൽ പിന്നെ നമുക്ക് വീണ്ടും സ്ട്രെസ്സ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സ്ട്രെയിൻ ആ മെറ്റീരിയലിനൊരു സ്ട്രെച്ചിങ് തീർച്ചയായും സംഭവിക്കും ഇല്ലേ, കാരണം വീണ്ടും ലോഡ് കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ മെറ്റീരിയലിന് വീണ്ടും ഒരു സ്ട്രെച്ചിങ് സംഭവിക്കും. ഞാൻ ആ ക്യൂബിനെ ഒന്നും കൂടി നല്ല ഫോഴ്സിൽ അമർത്തി ആ ക്യൂബ് തവിട് പൊടിയായി, ആ ക്യൂബിൻ്റെ ചെറിയ കഷ്ണങ്ങളും വീണ്ടും തവിട് പൊടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് സ്ട്രെയിൻ സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മളവിടെ കൂടുതലായിട്ട് ലോഡൊന്നും കൊടുക്കുന്നില്ല. സോ ആ കർവ് താഴത്തേക്ക് വരും. അങ്ങനെ ഡി ടു ഇ എന്ന് പറഞ്ഞ പോർഷനെയാണ് നെക്കിംഗ് എന്ന് പറയുക. ഓക്കെ, അറ്റ് പോയിന്റ് ഡി ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ പൊട്ടുന്നത്. അതിൻ്റെ ഗ്രാഫിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ കടന്നിട്ട് വേണം ആ മെറ്റീരിയൽ പൊട്ടാൻ. അപ്പോൾ മാക്സിമം ഏതൊക്കെ പോയിന്റുകൾ കടന്നിരിക്കണം? ഒന്ന് yield പോയിന്റ് അഥവാ yield സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് അഥവാ അൾട്ടിമേറ്റ് സ്ട്രെസ്. yield പോയിന്റിൽ എന്താ സംഭവിക്കുക? ആ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങുകയാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എന്താ സംഭവിക്കുക? ആ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി 100% ഡീഫോം ആവാൻ പോണ പോയിൻ്റാണ് ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്. മീൻസ് അവിടെ ഇനി അതിനപ്പുറം നമുക്ക് ഒരു സ്ട്രെസ് കൊടുക്കാനില്ല. ആ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ഫ്രാക്ചർ ആവാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്? ലീനിയർ റീജിയൻ, അതേപോലെ yielding സെക്ഷൻ, സ്ട്രെയിൻ ഹാർഡനിങ് സെക്ഷൻ, പിന്നെ നെക്കിംഗ് സെക്ഷൻ. ഓക്കെ, പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ഒരു yielding സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ yield സ്ട്രെസ്സിനപ്പുറം ഒരു സ്ട്രെസ് കൊടുക്കുന്നില്ല. കുറച്ച് നേരത്തേക്ക് മെറ്റീരിയൽ സ്ട്രെച്ചായി കൊണ്ടിരിക്കുകയാണ്, അതിനാണ് yielding സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെയിൻ ഹാർഡനിങ് സെക്ഷൻ മീൻസ് സി ടു ഡി. ആ കർവ് റൈസ് ആവാൻ പോകുന്ന പോയിന്റിനാണ് സ്ട്രെയിൻ ഹാർഡനിങ് സെക്ഷൻ എന്ന് പറയുക. ആ കർവ് റൈസ് ആവാൻ പോകുന്ന സി ടു ഡി പറഞ്ഞ പോയിന്റാണ് സ്ട്രെയിൻ ഹാർഡനിങ് സെക്ഷൻ എന്ന് പറയുക. അവിടെ നമ്മൾ എന്താണ്, yield സ്ട്രെസ്സിൽ കൊടുത്തതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ സ്ട്രെസ് നമ്മൾ വീണ്ടും കൊടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ റൈഫ് ഉണ്ടാവും. കാരണം അങ്ങനെ ആ റൈഫ് ഉണ്ടായിട്ട് അത് അൾട്ടിമേറ്റ് പോയിന്റിൽ എത്തുന്നു, അങ്ങനെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലേക്ക് എത്തുന്നു. അവിടെ മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നു, ഫ്ലോ കർവ് അവിടെ നിന്ന് താഴത്തേക്ക് വരുന്നു. അപ്പോൾ ഡി ടു ഇ പറഞ്ഞ പോർഷനിലേക്ക് ആ മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്ന ഒരു റീജിയനെയാണ് നെക്കിംഗ് എന്ന് പറയാം. ഓക്കെ, മീൻസ് നെക്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ബിഗിൻസ് ഇറ്റ് ലോക്കലൈസ്ഡ് റീജിയൻ ഓഫ് ദി സ്പെസിമെൻ ആക്ച്വൽ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഷിയർ സ്ട്രെയിൻ as a result neck tend to form smaller area can only carry lesser load hence curve downward. അത് അത്ര മനസ്സിലാക്കിയാൽ മതി. ഈ കർവ് വരച്ചിട്ട് ഇത്രയും പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്വാഭാവികമായിട്ടും അറിയേണ്ടതുണ്ട്. ഇതൊന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ പലതും ചോദിക്കാം. ഓരോ പോയിന്റുകളും ഒക്കെ ആയിട്ടാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ എന്താണ് ഈ yield പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതാ ഞാൻ വൃത്തിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ റിപ്പീറ്റ് അടിച്ച് 2-3 പ്രാവശ്യം കേട്ട് നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ ഒറ്റ പ്രാവശ്യം പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. ഓക്കെ, അടുത്തത് ഷിയർ സ്ട്രെസ് ആണ്. എന്താണ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്. ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ സൈഡിൽ ഒരു സിമ്പൽ കണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് TAU. നമ്മളതിനെ എന്താ പറയുക,
ആൽഫബറ്റാക്കി എഴുതുമ്പോൾ TAU ടോ. ഓക്കെ, ആ ടോ എങ്ങനെ എഴുതാമെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതാ ഇവിടെ TAU ടോ എങ്ങനെ എഴുതുക വെച്ചാൽ T എഴുതിയിട്ടാണ് എഴുതുക. മീൻസ് വെയിറ്റ്, ഇങ്ങനെയാണ് ടോ എഴുതുക. ഓക്കെ, സോറി, ഇങ്ങനെയാണ് ടോ എഴുതുക. ഷിയർ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് അപ്ലൈഡ് സൈഡ് വൈസ് ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ സൈഡിൽ കൂടി കൊടുക്കുന്ന ഫോഴ്സുകളെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, മീൻസ് ടെൻസൈൽ ആയിട്ടുള്ള ഫോഴ്സുകൾ. നമ്മളിപ്പോൾ കംപ്രഷൻ ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് ആദ്യം പഠിച്ചപ്പോൾ ഒരു ഫോഴ്സ് കണ്ടില്ലെങ്കിൽ സൈഡിൽ കൊടുക്കുന്നു. അങ്ങനെ മെറ്റീരിയലിൻ്റെ സൈഡ് വൈസിൽ കൊടുക്കുന്ന ഫോഴ്സുകളെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്ലി ലോഡഡ് അഥവാ ടെൻസൈൽ ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ആദ്യത്തെ ഒരു പിക്ചറിൽ കണ്ടാൽ പിന്നെ പെയർ ഓഫ് ഷിയേഴ്സ് കട്ട് എ മെറ്റീരിയൽ. മീൻസ് ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്, ആ മെറ്റീരിയലിന് മുകളിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, താഴത്തുനിന്ന് വേറൊരു പോയിന്റിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവും. രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എ മെറ്റീരിയൽ പഞ്ച്ഡ്, ഒരു മെറ്റീരിയൽ ഹോളാക്കുന്നതാണ് കാണുന്നത് ഫോഴ്സ് കൊടുത്തിട്ട്. മൂന്നാമത്തെ പിക്ചറിൽ കാണാം പിന്നെ ബീം ആസ് എ ട്രാൻസ്വേഴ്സ് ലോഡ്. ഒരു ബീമുണ്ട്, അതിൻ്റെ അറ്റത്തൊരു ട്രാൻസ്വേഴ്സ് ലോഡ് കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസ്വേഴ്സ് ലോഡ് മാക്സിമം എത്തുമ്പോൾ ആ ബീം പൊട്ടും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സുകളൊക്കെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയാം. മീൻസ് സൈഡ് വേസിൽ കൊടുക്കുന്ന, ആ മെറ്റീരിയലിൻ്റെ സൈഡുകളിൽ കൊടുക്കുന്ന ഫോഴ്സുകൾ. അങ്ങനെ സൈഡ് കൂടെ ഫോഴ്സ് കൊടുത്തിട്ടും നമുക്ക് ആ മെറ്റീരിയലിനെ പൊട്ടിക്കാം. ഓക്കെ, ഡയറക്റ്റ് ഫോഴ്സ് കൊടുക്കാണ്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് ആ മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ആക്കാം. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആക്കുമ്പോൾ ഏത് ടൈപ്പിലൊക്കെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് പെയർ ഓഫ് ഷിയേഴ്സ് കട്ട് എ മെറ്റീരിയൽ, പിന്നെ മെറ്റീരിയൽ പഞ്ച്ഡ്, പിന്നെ ബീം ആസ് ട്രാൻസ്വേഴ്സ് ലോഡ്. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഈസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ക്യാരിയിങ് ദ ലോഡ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, പക്ഷേ അതിൻ്റെ ഒപ്പം എന്താ ഉണ്ടായിരിക്കും, ഒരു ലോഡ് കൂടിയും ക്യാരി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദിസ് മീൻസ് ആ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് കട്ടാവുകയാണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ തന്നെ F/A. ഇതിനാണ് ടോ എന്ന് പറയുക, TAU ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ദി ഫൈൻ കൺവെൻഷൻ ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് സ്ട്രെയിൻ ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് ഷിയേഴ്സ് എ മെറ്റീരിയൽ ആസ് ഷോൺ ബിലോ. ഇപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതിനെയാണ് പോസിറ്റീവ് ഷിയർ എന്ന് പറയുക, പോസിറ്റീവ് ഷിയർ. രണ്ടാമത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതിനെയാണ് നെഗറ്റീവ് ഷിയർ എന്ന് പറയുക. മീൻസ് റൈറ്റ് സൈഡ് ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഫോഴ്സും ലെഫ്റ്റ് സൈഡിലൊരു ഫോഴ്സും കൊടുക്കുകയാണെങ്കിൽ, മീൻസ് റൈറ്റ് സൈഡിൽ കൂടുതൽ ഫോഴ്സും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഫോഴ്സും കൊടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഷിയർ എന്നും, നേരെ തിരിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ ഫോഴ്സും റൈറ്റ് സൈഡിൽ കുറച്ച് ഫോഴ്സൊക്കെ കൊടുക്കുക വെച്ചാൽ അതിനെ നെഗറ്റീവ് ഷിയർ എന്ന് പറയും. തൽക്കാലം ഇപ്പോൾ നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല, പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കുറേ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ആവശ്യം വരിക. പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം ITയിൽ വരുന്നില്ല. ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊന്നുമില്ല. ഇത് എഞ്ചിനീയറിംഗ് ബേസ്ഡ് സ്ലൈഡാണ്. അടുത്തത് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ഞാൻ പഠിച്ചു, ടോ എന്നാണ് സൂചിപ്പിക്കുക. ഷിയർ സ്ട്രെയിൻ, ഈ ഷിയർ സ്ട്രെയിനിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു Y എഴുതണ പോലെയാണ് എഴുതുക. ഗാമ എന്നാണ് വിളിക്കുക. ഗാമ സാധാരണ നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവുക, കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഗാമ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവുക, അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ, അതിന് ഷിയർ സ്ട്രെയിൻ ഗാമ എന്നൊരു സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഫോഴ്സ് കോസസ് ദി മെറ്റീരിയൽ ടു ഡിഫോം. ദി ഷിയർ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഡിഫോംഡ് ടു ദി ഹൈറ്റ്. ഇറ്റ് ഈസ് ഡിഫോംഡ് ടു ദി ഹൈറ്റ് അഥവാ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി വേറെ രീതിയിൽ ഇപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോംഡ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരും. അല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫോംഡ് ലെങ്ത് ടു ദി ഹൈറ്റ് ആണ്. ഓക്കെ, റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഡിഫോംഡ് ടു ദി ഹൈറ്റ് ആണ്. മറ്റേ സ്ഥലത്ത് സാധാരണ സ്ട്രെയിനിൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഡിഫോംഡ് ടു ദി ഒറിജിനൽ ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഡിഫോംഡ് ടു ദി ഹൈറ്റ് ആണ്. അപ്പോൾ സ്മോൾ എക്സ് ഡിവൈഡഡ് ബൈ എൽ, ഗാമ ഈക്വൽ ടു സ്മോൾ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഈ എൽ എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ് സൂചിപ്പിക്കുന്നത്, അല്ലാണ്ട് ഒറിജിനൽ ലെങ്ത് അല്ല. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിച്ചു. അതേപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ക്യാപിറ്റൽ ജി. എന്താണ് ഈ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുക വിചാരിക്കുക. മെഷർ എക്സ് ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് എഫ്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഫോഴ്സിനനുസരിച്ച് ഓരോ സ്ട്രെയിൻ്റെ വാല്യൂ, നമ്മൾ കൊടുക്കുന്ന ഓരോ സ്ട്രെസ്സിൻ്റെ വാല്യൂ അനുസരിച്ച് ഓരോ സ്ട്രെയിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വിചാരിക്കുക. മെറ്റീരിയൽ ഇലാസ്റ്റിക് ആണ്,
അത് സ്പ്രിങ് പോലെയാണ് ബിഹേവ് ചെയ്യുക. പക്ഷെ നമ്മൾ മെറ്റീരിയൽ ഡാമേജ് ചെയ്യുന്നില്ല, അധികം ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ മെറ്റീരിയൽ ഡാമേജ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എഫ് എക്സും വെച്ചുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. അങ്ങനെ എഫ് ബൈ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഫ് ബൈ എക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മളവിടെ മോഡൽ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ കണ്ടുപിടിച്ചത്. ഓക്കെ, ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇവിടെ മോഡൽ ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫ് ബൈ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെയാണ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുക. ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഇഫ് യു ഡിവൈഡ് എഫ് ബൈ ഏരിയ ആൻഡ് എക്സ് ബൈ എൽ ദ റിലേഷൻ ഈസ് സ്റ്റിൽ കോൺസ്റ്റൻറ്റ്. മീൻസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഫ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും എക്സ് ബൈ ഹൈറ്റ് എൽ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിനുമാണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ സ്മോൾ എക്സ് ഡിവൈഡ് ബൈ എൽ ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ഈ എക്സ് ബൈ എൽ മുകളിലേക്ക് പോകുമ്പോൾ എൽ ബൈ എക്സ് ആയി. എൽ ബൈ എക്സ് ഈക്വൽ ടു എഫ് എൽ ബൈ എ എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. മീൻസ് അവിടെ നമ്മൾ മോഡൽ ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ പഠിച്ചപ്പോൾ എഫ് എൽ ബൈ എ എക്സ് തന്നെയായിരുന്നു, അത് തന്നെ ഇവിടെയും കിട്ടുന്നത്. ഇതിൽ ഈ എഫ് ബൈ എന് നമുക്ക് ടോ എന്ന് എഴുതാൻ പറ്റും. അതേപോലെ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ഗാമയാണ്. അപ്പോൾ ടോ ഇൻറ്റു 1 ഗാമ എന്നായിരിക്കും ഈ എഫ് എൽ ബൈ എ എക്സ് നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഷിയർ സ്ട്രെയിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ. അപ്പോൾ ടോ ബൈ ഗാമയായിരിക്കും കോൺസ്റ്റൻറ്റ്. ഈ ടോ ബൈ ഗാമേനെയാണ് മോഡൽ ഓഫ് റിജിഡിറ്റി എന്ന് പറയുക. മീൻസ് ദി കോൺസ്റ്റൻറ്റ് വിൽ ഹാവ് സ്പെസിഫിക് വാല്യൂ ഫോർ ഈച്ച് ഇലാസ്റ്റിക് മെറ്റീരിയൽ കോൾഡ് മോഡൽ ഓഫ് റിജിഡിറ്റി. ഒന്നുകൂടി ഇതാക്കി പറയുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെയാണ് മോഡൽ ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിനെയാണ് മോഡൽ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. വെച്ചാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെയാണ് മോഡൽ ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. കമ്പയർ ചെയ്യണം, വ്യത്യാസം മനസ്സിലാക്കണം. മറ്റേ ഡയറക്റ്റ് സ്ട്രെസ് ബൈ ഡയറക്റ്റ് സ്ട്രെയിൻ ആയിരുന്നു, സിഗ്മ ബൈ എപ്സിലോൺ ആയിരുന്നു. ഇവിടെ ടോ ബൈ ഗാമയാണ്, മീൻസ് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഓക്കെ, അതിനാണ് മോഡൽ ഓഫ് റിജിഡിറ്റി എന്ന്. എന്താണ് മോഡൽ ഓഫ് റിജിഡിറ്റി എന്ന്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ദ ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഇനി അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ് ഉണ്ട്, അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെയിൻ ഉണ്ട്. ഒന്നുമില്ല, ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമത്തിനാണ് അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ്റെ മാക്സിമത്തെയാണ് അൾട്ടിമേറ്റ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് അസൈൻമെൻ്റ് ആയിട്ട് തരും, ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാൻ. ജസ്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് സിലബസിനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഭാഗം വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കാണും, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാം. അപ്പോൾ ഈ സെമസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് എടുത്ത് തീർന്നിരിക്കുന്നു. 5 ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, സിമ്പിൾ മെഷീൻസ്, ലിവർ, ഇപ്പോൾ അതാ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇട്ടുതരാം. അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ട ഡേറ്റും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.